പത്തനംതിട്ട കൂടലിൽ 13 വയസ്സുകാരനെ പിതാവ് ക്രൂരമായി മർദ്ദിച്ച ഒരു വാർത്തയാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. പിതാവ് ലഹരിക്ക് അടിമയെന്നാണ് സൂചന. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സഹിതം CWC പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ബെൽറ്റ് പോലെയുള്ള ഒരു വസ്തു ഉപയോഗിച്ച് കുട്ടിയെ അടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പോലീസിലേക്ക് പരാതി നൽകാൻ ധൈര്യമില്ലാത്തതിനെ തുടർന്ന് CWCയിൽ പരാതി നൽകുകയായിരുന്നുവെന്നാണ് വിവരം. അങ്ങനെയാണ് CWC പരാതി ഏറ്റെടുത്ത് പോലീസിന് കൈമാറിയത്. ഇറങ്ങി ഓടുന്നാണ് നിക്കടാ. എടാ ഇങ്ങോട്ട് വരാനെ. ചെയ്തില്ല നീ വാ വാടാ ഇങ്ങ വാ വാടാ ഇങ്ങ. പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, സ്വന്തം അച്ഛനാണ് ഒരു 13 വയസ്സുള്ള കുഞ്ഞിനോട് അതിക്രൂരമായ ഒരു ബെൽറ്റ് പോലെയുള്ള ഒരു വസ്തു ഉപയോഗിച്ച് അതിക്രൂരമായി മർദ്ദിക്കുന്നത്. പതിവായി ഇതുപോലുള്ള മർദ്ദനങ്ങളുണ്ടോ? ഇയാൾ ലഹരിക്ക് അടിമയാണെന്ന് പറയുന്നുണ്ട്. ആ ലഹരിയുടെ അടിമത്തത്തിലാണോ ഈ രീതിയിലുള്ള ക്രൂരത കാട്ടിക്കൂട്ടിയത്? ടോം പറഞ്ഞ പോലെ തന്നെ ഇയാൾ ലഹരിക്ക് അടിമയാണെന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ക്രൂരമായാണ് 13 വയസ്സുകാരനെ പിതാവ് വീട്ടിൽ വെച്ച് മർദ്ദിക്കുന്നത്. ഈ മർദ്ദന ദൃശ്യങ്ങളെല്ലാം അടക്കം എടുത്താണ് ഈ CWCക്ക് ഇപ്പൊ പരാതി കൊടുത്തിട്ടുള്ളത്. CWC ആണ് കൂടൽ പോലീസിലേക്ക് ഈ പരാതി രേഖാമൂലം നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ അച്ഛൻ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി തന്നെ ഇയാൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് CWC കൂടൽ പോലീസിലേക്ക് ആവശ്യപ്പെട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലൊരു ക്രൂരമായ മർദ്ദനമാണ് നടത്തുന്നത്. കാരണം ബെൽറ്റ് വെച്ച് മർദ്ദിക്കുന്ന പോലെ ആണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഈ കുട്ടി വസ്ത്രങ്ങളും ചെരുപ്പും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട്, നിരന്തരമായി ആവശ്യപ്പെടുന്നതിന്റെ പ്രകോപനമാണ് ഇയാൾ മർദ്ദിക്കാൻ കാരണമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മദ്യപിച്ചെത്തിയ ഇയാൾ ആ സമയത്താണ് ഈ കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ സമയങ്ങളിൽ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇയാൾ അദ്ദേഹത്തിന്റെ ഭാര്യയെ മർദ്ദിക്കുകയും ആശുപത്രിയിലാവുകയും ചെയ്തിട്ടുണ്ട്. അവർ തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്തതിനു ശേഷമാണ് ഇത് CWCക്ക് രേഖാമൂലം നൽകിയിട്ടുള്ളത്. കൂടുതൽ പോലീസാണ് ഈ കേസ് ഇപ്പോൾ എടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും രാജേഷ് എന്നാണ് ഇയാളുടെ പേര്. നിരന്തരം ഇത്തരം വീട്ടിൽ മർദ്ദിക്കുകയും ഭാര്യയും മക്കളെയും മർദ്ദിക്കുന്ന സ്വഭാവക്കാരനാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ലഹരിക്ക് എതിരെയുള്ള ലഹരിക്കടിമ ഡീഅഡിക്ഷൻ സെന്ററിലൊക്കെ ഇയാൾ ചികിത്സയ്ക്ക് പോയിട്ടുണ്ടെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. വലിയ ഗൗരവത്തോടു കൂടി തന്നെ പോലീസ് കാണുന്നു. കാരണം ഒരു 13 വയസ്സുകാരനെ നിഷ്ഠൂരമായ രീതിയിൽ ബെൽറ്റ് ഉപയോഗിച്ച് മർദ്ദിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് ഉള്ളത്. എന്തായാലും ഈ പരിസരവാസികളെല്ലാം ഇദ്ദേഹത്തിന്റെ പേര് ശശിനാരായണൻ, ഒരു ദിവസത്തെ ദൃശ്യമല്ലല്ലോ. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് 2 ദിവസങ്ങളിലായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പതിവായി ഈ 13 വയസ്സുള്ള ആൺകുട്ടിക്ക് നേരെ പിതാവ് ഇതേ രീതിയിൽ മർദ്ദിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇവർ ഭയന്നിട്ടാണ് പോലീസിൽ പരാതി നൽകാതിരുന്നെന്ന് പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ സംഭവം പുറത്തു വന്നത്? ടോം പറഞ്ഞ ശരിയാണ്. കാരണം പതിവായി ഇത് ഇയാൾ മദ്യപിച്ചും അതുപോലെ തന്നെ ലഹരിക്ക് ഏതെങ്കിലും തരത്തിൽ ലഹരി ഉപയോഗിച്ച് വീട്ടിലെത്തിയതിനു ശേഷം വീട്ടിൽ പ്രകോപനം ഉണ്ടാക്കുകയും ഭാര്യയും മക്കളെയും മർദ്ദിക്കുന്ന സ്വഭാവക്കാരനാണ്. അത് നിരന്തരം ഉണ്ടായതുകൊണ്ട് തന്നെ അയൽവാസികളാണ് ഇത്തരമൊരു കാര്യങ്ങൾ ഈ വീഡിയോയിൽ ചിത്രീകരിച്ച് CWCക്ക് പരാതി നൽകട്ടെ. പക്ഷെ അത് പരാതി പറയാൻ വീട്ടുകാർക്ക് ഭയമാണ്. ഇയാളുടെ ഭാര്യ അടക്കമുള്ള ആളുകളെ നിരന്തരം മർദ്ദിക്കുന്നതുകൊണ്ട് തന്നെ ഭാര്യയ്ക്ക് തന്നെ ഇത് പുറത്തു പറയാൻ ഭയമുള്ളതുകൊണ്ടാണ് ഈ ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ നൽകിയെന്നാണ് നമുക്ക് CWC ചെയർമാൻ നൽകിയിട്ടുള്ള വിവരം. എന്തായാലും നമുക്കറിയാം ക്രൂരമായ ഒരു മർദ്ദനം തന്നെയാണ്. ലഹരിയുടെ മദ്യത്തിന്റെ അടിമയായതുകൊണ്ട് തന്നെ ഈ കുട്ടി ആവശ്യപ്പെട്ട ചെറിയ കാര്യങ്ങളാണ്, അതായത് വസ്ത്രങ്ങള് ചെരുപ്പ് ഇങ്ങനെയൊക്കെ വേണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ പേരിലാണ് ഈ മർദ്ദനം നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വളരെ ഗൗരവത്തോടു കൂടിയാണ് CWC കേസ് എടുത്തിട്ടുള്ളത്. അത് അന്വേഷിച്ച് അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി കൂടുതൽ പോലീസിനാണ് പരാതി നൽകിയത്. കൂടുതൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷിക്കുന്നുണ്ട്. കാരണം ഈ ഭാര്യയെ കഴിഞ്ഞ ദിവസം ഈ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഭാര്യയെ മർദ്ദിച്ച ശേഷം അടൂരിലെ ചികിത്സയിലായിരുന്നു. അതിനുശേഷം അവർ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അത്തരത്തിൽ കുടുംബത്തിൽ നിരന്തരം പ്രശ്നമുണ്ടാക്കുന്ന വ്യക്തി തന്നെയാണ് ഈ രാജേഷ് എന്ന് പറയുന്ന വ്യക്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിന്റെ പേര് രാജേഷ് എന്നാണ്
നമുക്ക് നിലവിൽ CWC ചെയർമാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പേര് രാജേഷ് എന്നാണ്. എന്തായാലും ഒരു ക്രൂരമായ മർദ്ദനം തന്നെയാണ് ഈ കുട്ടിക്ക് നേരെ 13 വയസ്സുകാരൻ നേരെ ഉണ്ടായിട്ടുള്ള. ബെൽറ്റ് ഉപയോഗിച്ച് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ, അതുപോലെ തന്നെ വളരെ മോശമായ രീതിയിൽ അത് ആ കുട്ടിയോട് പെരുമാറുകയും ചെയ്യുന്നുണ്ട്. നിരന്തരം ഈ കുട്ടികൾ ഈ പിതാവിന്റെ പീഡനത്തിന് ഇരയാവുന്നു എന്നുള്ളൊരു ഗൗരവമായ കാര്യം കൂടി നമുക്ക് ഈ അവസരത്തിൽ പറയേണ്ടി വരും. ആ കുടുംബവും ഭീതിയിലാണ്. അതുകൊണ്ടാണ് അവർ ദിവസങ്ങളായി ഇത് പറയാതിരിക്കുന്നത്. കാരണം പരാതി ഒരു കാരണവശാലും പറയാനുള്ള ഭയം കൊണ്ടാണ് ഇവര് പുറത്തു പറയരുത്. അയൽവാസികൾ ആരോ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഇത്തരത്തിൽ രേഖാമൂലം CWCക്ക് ലഭിച്ചതെന്നുള്ള വിവരം കൂടി ആണ് നമുക്ക് ഈ CWC എന്ന് അറിയുന്ന വിവരം. എന്തായാലും കൂടുതൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതി രാജേഷ് എന്നുള്ള വ്യക്തമാണ്. പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിലാണ് അതിക്രൂരമായ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ലഹരിക്കടിമയായ പിതാവ് സ്വന്തം മകനെ, 13 വയസ്സുള്ള മകനെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണിത്. നമുക്കറിയാം, വെഞ്ഞാറമൂട് ഒരു ലഹരിക്കടിമയായ യുവാവ് സ്വന്തം അനുജനെയും മുത്തശ്ശിയെയും അടക്കം 5 പേരെ കൂട്ടക്കുരുതി നടത്തിയതിൻ്റെ നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. അതിനും ഭയാനകമായിട്ടുള്ളൊരു കാഴ്ചകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ലഹരിക്കടിമയായ ഒരു പിതാവ് 13 വയസ്സുള്ള സ്വന്തം കുഞ്ഞിനെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നു. പതിവായി ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും CWC വിഷയം ഏറ്റെടുത്തിരിക്കുന്നു. അങ്ങനെയാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ആന്റണി പെരുമ്പാവൂർ സുരേഷ് കുമാർ തർക്കം ഒത്തുതീർപ്പിലേക്ക്, ആ വാർത്തയിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞ്.